നിയമസഭാ തിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിനായുള്ള RSP സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് ചേരും. ഇരവിപുരം സീറ്റിൽ ഇന്ന് തീരുമാനമുണ്ടാകും. യുവമുഖത്തെ പരിഗണിച്ചാൽ NK പ്രേമചന്ദ്രന്റെ മകൻ കാർത്തിക് പ്രേമചന്ദ്രൻ സ്ഥാനാർത്ഥിയായേക്കും. CPM വിട്ടെത്തിയ BN ഹസ്കർ അടക്കം 3 പേരുകളും പരിഗണനയിലുണ്ട്. ചവറയിൽ ഷിബു ബേബി ജോണും കുന്നത്തൂരിൽ ഉല്ലാസ് കോവൂരും സ്ഥാനാർത്ഥികളാകുമെന്ന് നേരത്തെ തീരുമാനിച്ചിരുന്നു. AV ജയശങ്കറുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ജയശങ്കർ, ഇരവിപുരം സീറ്റിന് വേണ്ടി ചില ആളുകളൊക്കെ രംഗത്തുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കരുത്തരായ നൗഷാദിനെയാണ് നേരിടാൻ പോകുന്നത്. അപ്പോൾ അത് ചെറിയ മത്സരമല്ല, കടുത്ത മത്സരമായിരിക്കും എന്നുള്ളത് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. എന്താണ് ഇരവിപുരത്തെ സാധ്യതകൾ? കടലമ്മ ആരെ കനിയും എന്നുള്ളതാണ് ചോദ്യം. ഡോക്ടർ അരുൺ, എന്തായാലും ഈ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ചൊരു അന്തിമ തീരുമാനമെടുക്കാനാണ് RSPയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് ചേരുന്നത്. ഈ യോഗത്തിൽ തീരുമാനം ഉണ്ടാകും. ഇരവിപുരം സീറ്റുമായി ബന്ധപ്പെട്ട RSPയിൽ ചില തർക്കങ്ങളുണ്ട്. NK പ്രേമചന്ദ്രന്റെ മകൻ കാർത്തിക് പ്രേമചന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് RSPയിൽ ഒരു വിഭാഗം ആവശ്യപ്പെടുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ പിന്തുണയും കാർത്തിക്കിനുണ്ട്. കാർത്തിക് യുവ സ്ഥാനാർത്ഥിക്കാണ് പരിഗണനെങ്കിൽ കാർത്തിക് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാകും. അങ്ങനെ പ്രേമേന്ദ്രന്റെ മകൻ സജീവ രാഷ്ട്രീയത്തിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടാകും. ഇക്കാര്യത്തിൽ ഇന്ന് നടക്കുന്ന സെക്രട്ടേറിയറ്റിൽ എന്തായാലും ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഇനി അതല്ല എങ്കിൽ ഒരു സമവായ സ്ഥാനാർത്ഥി എന്ന രീതിയിൽ BN അസ്കർ ഉൾപ്പെടെ 3 പേരെയാണ് പരിഗണിക്കുന്നത്. അസ്കർ ഈയിടെയാണ് ഇടതുപക്ഷമായിട്ടുള്ള ബന്ധമൊക്കെ വിട്ടുകൊണ്ട് RSPയുടെ ഭാഗമായി മാറിയത്. അങ്ങനെ സമവായ സ്ഥാനാർത്ഥി എന്ന നിലയിലായിരിക്കും അസ്കർ ഉൾപ്പെടെ 3 പേരെ പാർട്ടി പരിഗണിക്കുക എന്ന് മനസ്സിലാവുന്നു. ഒപ്പം തന്നെ ഈ ചവറയിൽ ഷിബു ബേബി ജോണും ഒപ്പം തന്നെ കുന്നത്തൂരിൽ ഉല്ലാസ് കോവൂരും മത്സരിക്കുമെന്ന കാര്യത്തിൽ ഏറെക്കുറെ ധാരണയായിട്ടുണ്ട്. ഇരുവരും മണ്ഡലം കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ ഇതിനോടകം തന്നെ ആരംഭിച്ചു. ഒപ്പം തന്നെ ആറ്റിങ്ങൽ മട്ടന്നൂർ സീറ്റുകളുടെ കാര്യത്തിൽ ഇന്നത്തെ യോഗത്തിൽ തീരുമാനമുണ്ടാവില്ല. കാരണം UDFൽ ഉഭയകക്ഷി ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഇതിന് ശേഷമായിരിക്കും ഈ 2 സീറ്റുകളുടെ കാര്യത്തിൽ ഒരു ധാരണ ഉണ്ടാകും. എന്തായാലും 3 സീറ്റുകളുമായി ബന്ധപ്പെട്ട് 3 സീറ്റുകളിൽ മത്സരിക്കുന്നത് ആരെന്ന കാര്യത്തിൽ ഇന്ന് ഔദ്യോഗികമായി പാർട്ടി ഒരു തീരുമാനത്തിലെടുക്കും. മറ്റ് 2 സീറ്റുകളുടെ കാര്യം UDF തീരുമാനം വരുന്നതുവരെ ഒഴിച്ചിടും. എന്തായാലും സ്റ്റാർ മണ്ഡലം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആകാംക്ഷ നിറയുന്ന മണ്ഡലം എന്ന് പറയുന്നത് ഇരവിപുരമാണ്. അവിടെ കാർത്തിക് പ്രേമചന്ദ്രൻ വരുമോ എന്ന ചോദ്യമാണുള്ളത്. അതിനുള്ള ഉത്തരം എന്തായാലും ഉച്ചയോടുകൂടി RSPയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്നതിന് ശേഷം ലഭിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. ഡോക്ടർ അരുൺ. ഓക്കെ, താങ്ക് യു. ജയശങ്കർ ആണ് വിവരങ്ങൾ നൽകിയത്. ഇരവിപുരത്ത് ആരായിരിക്കും മത്സരിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. പ്രേമേന്ദ്രന്റെ മകൻ മത്സരിക്കാൻ സാധ്യതയുണ്ടോ? ഒരു വിഭാഗം അങ്ങനെ താല്പര്യപ്പെടുന്നുണ്ട്. എന്നാൽ ഹസ്കറിനെ ഒരുപക്ഷെ സ്ഥാനാർത്ഥിയാക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. കാർത്തിക് പ്രേമചന്ദ്രനാണെങ്കിൽ ഒരു വിഭാഗം ഉടക്കി വയ്ക്കും. പക്ഷേ നല്ല സ്ഥാനാർത്ഥികളാണല്ലോ ഇവരെല്ലാവരും തന്നെ. ആര് വന്നാലും നല്ല കടുത്ത പോരാട്ടം ഉണ്ടാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനിടയിൽ ഹസ്കറിന്റെ പേരും പറഞ്ഞു കേൾക്കുന്നു എന്നതറിയുന്നു. ചവറയിൽ ഷിബു ബേബി ജോണും കുന്നത്തൂരിൽ ഉല്ലാസ് കോവൂരും സ്ഥാനാർത്ഥികളാകും എന്നുള്ളത് നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നതാണ്.